പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് വയനാട് ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. അഭൂതപൂർവമായ ജനകീയ മുന്നേറ്റം ഈ ജാഥയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ചില മാധ്യമങ്ങൾ ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട മുന്നേറ്റം തടയാൻ സാധിക്കുമോ എന്ന ധാരണയോടെ ചില വാർത്തകളൊക്കെ ആദ്യം പ്രസിദ്ധീകരിക്കാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് അവർ അത് പിന്മാറി. കാരണം ആർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു തരം ഒഴുക്കായിരുന്നു സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങളുടെ ഭാഗമായിട്ടുണ്ടായി. അത് കാണിക്കുന്നത് ഞങ്ങൾ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ രണ്ട് മുദ്രാവാക്യങ്ങളാണ്. ഒന്ന്, വർഗീയതയ്ക്കെതിരായ പ്രതിരോധം തീർക്കണം, വിശ്വാസികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് എന്നുള്ളതും. രണ്ട്, കേരളത്തിൻ്റെ വികസനം. അതിന് രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന്, നമുക്കറിയുന്നത് പോലെ പശ്ചാത്തല സൗകര്യ വികസനം. രണ്ട്, ഏറ്റവും പിന്നിൽ നിൽക്കുന്ന മനുഷ്യരെ ചേർത്ത് നിർത്തി കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ജീവിത വളരെ ശ്രദ്ധേയമായ രീതിയിൽ മുന്നോട്ടേക്ക് നയിക്കാനാവുന്ന തരത്തിലുള്ള വികസനം. ഈ രണ്ട് രീതിയാണ് ഞങ്ങൾ ഈ ജാഥയുടെ ഭാഗമായിട്ട് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂഷ്വ രാഷ്ട്രീയ പാർട്ടികൾക്കും വലതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്നവർക്കും അവരുടെ വികസനം, അത് ഇന്ത്യയിലായാലും ലോകത്തെവിടെയായാലും വൻകിട കോർപ്പറേറ്റുകളുടെ വികസനം, അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഇടതുപക്ഷ നിലപാട് വെച്ചുകൊണ്ട് താഴെ തരത്തിലുള്ള ജനങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആരംഭിച്ച് മേലോട്ടേക്കാണ് ഞങ്ങളുടെ വികസനം കുതിപ്പ് കാണിക്കുന്നത്. ആ രീതിയിൽ വികസനത്തിൻ്റെ മുദ്രാവാക്യം ഞങ്ങൾ ഈ ജാഥയിൽ നല്ലതുപോലെ വിശദീകരിക്കുന്നുണ്ട്. ജാഥാംഗങ്ങളെല്ലാം അത് നല്ലതുപോലെ ജനങ്ങൾ ശ്രദ്ധിക്കുന്നും ഉണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇപ്പോൾ ശബരി പാത ഏതാണ്ട് പ്രാവർത്തികമാകാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് ഇന്ന് മാധ്യമങ്ങളിൽ നൽകിയിട്ടുള്ളത്. ആ വാർത്ത നൽകിയിട്ടുള്ള ചില പത്രം 7 റെയിൽവേ കോറിഡോർ സംബന്ധിച്ചിടത്തോളം പറഞ്ഞപ്പോൾ ഒരു നയാ പൈസ പോലും ഈ 7 കോറിഡോറിനും വെച്ചിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൻ്റെ പ്രത്യേകത ഇതാണ്. ഒരു നയാ പൈസ അതിനു വേണ്ടി മാറ്റി വെച്ചിട്ടില്ല. ഇന്ന് ഒരു പത്രം അതിൻ്റെ ഫ്രണ്ട് പേജിൽ 2 ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ശബരി പാതയുമായിട്ട് ബന്ധപ്പെട്ട് കേരള ഗവൺമെൻറ് പകുതി പണം കൊടുക്കണമെന്നാണ്, 50% സംസ്ഥാനം വഹിക്കണമെന്നാണ് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം. 27 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം പാത യാഥാർത്ഥ്യമാകുന്നു എന്നാണ് ഇപ്പോൾ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ വാർത്ത. അത് യാഥാർത്ഥ്യമാക്കുന്നതിന് 1900 കോടി രൂപ കേരള ഗവൺമെൻറ് ചിലവഴിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ 50% അതാണ്, 1900 കോടി. അപ്പോൾ ശബരി റെയിൽപാതയ്ക്ക് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 27 വർഷക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന 50% പണം നമ്മൾ കൊടുത്ത് 1900 കോടി വരുന്നത് അത് കിഫ്ബി വഴി കൊടുക്കാനാണ് ഇപ്പോൾ കേരള ഗവൺമെൻറ് തീരുമാനിച്ചത്. കിഫ്ബി വഴിയാണ് നാഷണൽ ഹൈവേക്ക് 5688 കോടി കൊടുത്തത് എന്ന് നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെയാണ് തീരദേശ ഹൈവേക്ക് വേണ്ടിയും മലയോര ഹൈവേക്ക് വേണ്ടിയും 10,000 കോടി രൂപയാണ് കിഫ്ബി അതിനു വേണ്ടിയും മുടക്കാൻ, നിക്ഷേപിക്കാൻ തീരുമാനിച്ചത്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ 1900 കോടി കിഫ്ബി വഴി കേരള ഗവൺമെൻറ്റിന് വേണ്ടി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ശബരിപാത യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നത്തെ പത്രങ്ങളും ഇന്നലത്തെ വാർത്താ മാധ്യമങ്ങളാകെയും നന്നായിട്ട് അവതരിപ്പിച്ച ഒരു കാര്യം, നമ്മുടെ കേരളത്തിലെ ലെപ്സം ഗ്രാൻഡ് വാങ്ങുന്ന പാവപ്പെട്ട കുട്ടികളുടെ ഗ്രാൻഡ് തുക വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.
പട്ടിക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ ആനുകൂല്യം ഏതാണ്ട് 85 കോടിയോളം രൂപയുടെ ആനുകൂല്യമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ SC/ST പ്രൊമോട്ടർമാരുടെ വേതനത്തിലും 1000 രൂപ വർധനവുണ്ടാക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രീ പ്രൈമറി ആയമാരുടെ വേതനം 500 രൂപയും വിശ്വകർമ്മ പെൻഷൻ അവർ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു 1600 രൂപയാണ് അവരുടെ പെൻഷൻ. അതിപ്പോഴും 2000 രൂപയായി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു നിലപാട് 28 സമുദായങ്ങളെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. അപ്പോൾ OBC വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്ന ആളുകളാണെങ്കിലും ഇവർക്ക് വിദ്യാഭ്യാസ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ് അവരെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിലുള്ള ആനുകൂല്യം ഈ 28 സമുദായത്തിൽപ്പെട്ട വിഭാഗങ്ങൾക്കും വളരെ ന്യൂനപക്ഷമായിട്ടുള്ള വിഭാഗങ്ങളാണ് പലതും അവർക്ക് ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ നേട്ടം വന്ന രീതിയിൽ കാണാനാവുക. ശബരിമല സ്വർണ്ണ കവർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വളരെ ശരിയായ നിരീക്ഷണങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ കേസിൽ പുകമറ ഉണ്ടാക്കാനുള്ള UDFൻ്റെയും BJPയുടെയും ശ്രമങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് യഥാർത്ഥത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. SITയുടേത് ഏറ്റവും വിശ്വസനീയമായ അന്വേഷണമാണ് എന്ന് ഹൈക്കോടതി യാതൊരു സംശയമില്ലാത്ത രീതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. SIT അന്വേഷണം നടത്തുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ്. ഏറ്റവും വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥരാണ് കേസ് അന്വേഷിക്കുന്നത് എന്ന് അവർ തന്നെ വ്യക്തമാക്കുകയാണ്. അപ്പോഴാണ് CBI അന്വേഷണം വേണം എന്ന ആവശ്യം യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവാണ് ഉയർത്തിയത്. ആ ഉയർത്താനുള്ള കാരണം എല്ലാവർക്കും വ്യക്തമാണ്. അന്വേഷണം കോൺഗ്രസിലേക്ക് മാറുകയാണ്, BJPയിലേക്ക് മാറുകയാണ് എന്ന് വന്നപ്പോൾ അവർ ഈ ശരിയായ ദിശയിലുള്ള ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ശരിയായ ദിശയിലുള്ള ഈ അന്വേഷണത്തെ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഇടപെടൽ എന്ന രീതിയിൽ വേണം BJPയുടെ സംസ്ഥാന അധ്യക്ഷനും തന്ത്രി സമാജവും വിശ്വ ഹിന്ദു പരിഷത്തും അപ്പോൾ മൂന്നും ചേരുമ്പോൾ പൂർണ്ണമായി അവർ ഈ കേസ് CBIക്ക് വിടണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചത്. കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും സ്വാഭാവികമായിട്ടും വെളിപ്പെടുത്താനാവുന്നതല്ല എന്ന് കോടതി ഒന്നുകൂടി ആവർത്തിക്കുകയും അതേസമയം ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടുകളും ശ്രദ്ധേയമായ രീതിയിലുള്ള ഒന്നാണ് എന്ന് ഹൈക്കോടതിയിൽ തന്നെ വ്യക്തമായി. SIT അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിന് അറിയില്ല എന്ന കാര്യം ഗവൺമെൻറ് വ്യക്തമാക്കുക മാത്രമല്ല കോടതിയെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ SITയിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമല്ലെന്നും ആ വിവരമല്ല എന്നുള്ള കാര്യം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള കോടതിയുടെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് അറിയിക്കുകയും ചെയ്യുന്ന നിലയുണ്ടായി. അപ്പോൾ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യുന്ന ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വളരെ കൃത്യതയോടുകൂടിയാണ് ഈ അന്വേഷണങ്ങളെല്ലാം ശരിയായ ദിശയിൽ തന്നെയാണ് നടക്കുന്നതെന്നും ആർക്കെങ്കിലും ജാമ്യം കിട്ടി എന്നുള്ളതുകൊണ്ട് അങ്ങനെ തന്നെയാണ് കോടതി പറഞ്ഞത്. ആർക്കെങ്കിലും ജാമ്യം കിട്ടി എന്നുള്ളതുകൊണ്ട് ഈ കേസ് അസാധുവാകുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. കാരണം ഇതൊരു കൊലപാതക കേസ് പോലെയോ കളവ് കേസ് പോലെയോ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല. അത് വളരെ ഫലപ്രദമായ രീതിയിലുള്ള അന്വേഷണം നടത്തി എല്ലാവർക്കും ബോധ്യമാകുന്ന രീതിയിലുള്ള ചാർജ് ഷീറ്റ് നൽകണം.
പിന്നെ അവർ തന്നെ കൃത്യമായിട്ട് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു, ഇടക്കാല പല മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ഇടക്കാല ചാർജ് ഷീറ്റ് കൊടുത്തുകൂടെ, അങ്ങനെ ഇടക്കാല ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റില്ല എന്നാണ് എസ് ഐ ടിയെ സംബന്ധിച്ച് കോടതി പറയുന്നത്. കാരണം ഇതിൻ്റെ എല്ലാ വശങ്ങളും അന്വേഷിക്കേണ്ടതുണ്ട്. അത് ഈ സ്വർണ്ണപ്പാളിയുടെ പ്രശ്നം മാത്രമല്ല, അതിൻ്റെ പിന്നിലേക്ക് പോകണം. അങ്ങനെ പിന്നിൽ പോയി പരിശോധിച്ച് കൃത്യതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന തന്നെ വേണം, അതിന് എസ് ഐ ടിക്ക് കഴിയും എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. നിരന്തരം തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. എപ്പോഴും യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം മറച്ചു വെച്ച് കേസ് കോൺഗ്രസിലേക്ക് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് എത്തുന്നു എന്ന് കാണുമ്പോൾ അതിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ നടത്തി. അങ്ങനെ ഇടപെടൽ നടത്തി എന്ന് കോടതിക്ക് തന്നെ പരസ്യമായി പറയേണ്ടി വന്ന സാഹചര്യത്തിൽ ഈ മുദ്രാവാക്യം ഇടക്കിടക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, CBI അന്വേഷണത്തിൻ്റെ ഇടക്കിടക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവിന് വേണ്ടി കോടതിയിൽ പോകുന്നത് BJPയും BJPയുടെ അനുബന്ധ വിഭാഗങ്ങളുമാണ് എന്നുള്ളതാണ് വിചിത്രമായ ഒരു കാര്യം. യഥാർത്ഥത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഈ ശ്രമം ഇപ്പോൾ മാർച്ച് ആരംഭിക്കാൻ പോവുകയാണ്. വരുന്ന 6-ാം തീയതി വി ഡി സതീശൻ ജനങ്ങളോട് മാപ്പ് പറയണം. ഇങ്ങനെ ഓരോന്നോരോന്ന് പറയുക, കോടതി അതിശക്തിയായിട്ട് നല്ല അടി കിട്ടുക, പിന്നെ ഒന്നും പത്രവും പറയില്ല, മാധ്യമങ്ങളും മിണ്ടൂല, സതീശനും മിണ്ടൂല. അതുകൊണ്ട് മാപ്പ് പറഞ്ഞ് തുടങ്ങണം. ഞങ്ങളിങ്ങനെ ഇടക്കിടക്ക് പറയുന്നതൊക്കെ തെറ്റായി പോയി എന്നുള്ളത് ജനങ്ങളോട് പൊതുവായിട്ട് മാപ്പ് പറഞ്ഞ് ആരംഭിക്കണം. അതാണ് CBI ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അവരുടെ ഈ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തോട് നേരിട്ട് മറുപടി യഥാർത്ഥത്തിൽ പറഞ്ഞത് കോടതി വി ഡി സതീശനോട് തന്നെയാണ്. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ ഈ വിഷയത്തിൽ കേരളത്തിലെ ഗവൺമെൻറ്റിന് ഒന്നും പറയാനില്ല എന്ന് ഗവൺമെൻറ് പറഞ്ഞു. കാരണം കോടതി നേരിട്ട് നടത്തുന്ന അന്വേഷണം, ആ അന്വേഷണത്തിൽ CBIക്ക് വേണോ വേണ്ടോ, അതും ഞങ്ങളുടെ മുമ്പിൽ ചോദിച്ചു. CBIക്ക് വേണോ വേണ്ടോ എന്നുള്ള കാര്യം ഞങ്ങളല്ല നിലപാട് സ്വീകരിക്കുന്നത്, അന്വേഷിക്കുന്നത് യഥാർത്ഥത്തിൽ കോടതിയാണ്, കോടതി തീരുമാനിക്കട്ടെ എന്ന് പറയാനുള്ള ശരിയായ നിലപാട് സ്വീകരിക്കാനുള്ള ഒരു കഴിവ് കൂടിയാണ് ഗവൺമെൻറ്റിന് ഇതിൻ്റെ ഭാഗമായിട്ട് വന്ന് ചേർന്നിട്ടുള്ളത്. ഒന്നുകൂടിയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന രീതിയിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. സമരം അതായത് ചർച്ച ചെയ്താൽ അവർക്ക് അറിയാം ആ ചർച്ച അവർക്കെതിരായിട്ടാണ് വരിക. അതുകൊണ്ട് അവർ ചർച്ചയ്ക്ക് തയ്യാറില്ല. അവർ ഒളിച്ചോടി പോവുകയാണ്. അസംബ്ലിയിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന നിലയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും കാരണം പറഞ്ഞ് ക്വസ്റ്റ്യൻ ആരംഭിക്കുന്നതിന് മുമ്പ്, ചോദ്യോത്തര വേള ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റിട്ട് എന്തെങ്കിലും കാര്യം പറയുക, എന്നിട്ട് അപ്പോൾ തന്നെ എഴുന്നേറ്റ് പോവുക. എന്നാൽ അവർ പറയുന്ന എന്ത് കാര്യവും ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ആ ചർച്ചയ്ക്ക് അവർ തയ്യാറുമില്ല. ഇതാണ് സ്ഥിതി. അതിനെ സംബന്ധിച്ച് ധാരണയില്ലാത്തതുകൊണ്ടാണ്. കൃത്യമായിട്ട് 29 കാര്യം കേരള ഗവൺമെൻറ് കൃത്യമായിട്ട് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്ക് നൽകിയിട്ടുണ്ട്. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് സാധാരണ പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുമുണ്ട്. അതൊന്നും കൊടുത്തില്ല എന്നുള്ളത് ധരിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുട്ട ന്യായം പറയാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒരു കാര്യമില്ല അതിനൊന്നും. NDA ആവണമെന്ന് പറഞ്ഞില്ല അല്ലേ? അത് കുറച്ച് മനസ്സിലില്ലേ? എന്നാ നേരത്തെ അതാ പറഞ്ഞത്, പിണറായി വിജയൻ NDAയുടെ ഭാഗമാണ്, എന്നാലേ തീരുള്ളൂ എന്ന്. ആര് മുസ്ലിം ലീഗിൻ്റെ സഖാവ് എന്ന് പറഞ്ഞാൽ സഹപ്രവർത്തകൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതിൽ എന്ത് അർത്ഥത്തിലാണ് അദ്ദേഹം പ്രയോഗിച്ചതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് സഖാവ് എന്ന് പറഞ്ഞാൽ ഇത്രയേ അർത്ഥമുള്ളൂ. സഖാവ്
സഹപ്രവർത്തകൻ എന്നാണ് കൃത്യമായ അതിൻ്റെ സാധാരണ രീതിയിലുള്ള അർത്ഥം. അതൊക്കെ ഞങ്ങൾ എടുക്കും, അപ്പോഴൊക്കെ എടുക്കുന്നുണ്ടോ? അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞത് മാത്രമല്ലേ. അദ്ദേഹം സഖാബ് എന്നുള്ളതുകൊണ്ട് എന്താ അർത്ഥമാക്കിയിട്ടുള്ളത് നമുക്ക് വ്യക്തതയില്ലല്ലോ. അതിപ്പോൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാൽ വ്യക്തമാവും. ഞങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യം വ്യക്തമാണ്, ഞങ്ങൾ വിശ്വാസികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യയിൽ, കേരളത്തിൽ. വിശ്വാസികളെ ഒഴിവാക്കിയിട്ട് വർഗീയതക്കെതിരായിട്ട് പൊരുതാൻ സാധിക്കില്ല. വർഗീയത എന്ന് പറയുന്നത് രാജ്യാധികാരത്തിലേക്ക് കടക്കാൻ മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിക്കുന്ന പ്രക്രിയയിൽ നിന്നാണ് വർഗീയത ഉണ്ടാകുന്നത്. ആ വർഗീയതയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ആ എതിർക്കാൻ വിശ്വാസികളെ ഉൾപ്പെടെ ചേർത്ത് മുമ്പോട്ടേക്ക് പോകണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ വരുമ്പോൾ ഇവരെല്ലാം വിശ്വാസികളാണ്. ആ വിശ്വാസികളെ കൂടി ചേർത്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. അത്രയേ ഉള്ളൂ. അത് 2016 മുമ്പുള്ള കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതാണ് പച്ച മലയാളം പറയുന്നതിൻ്റെ. അത് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയും. അപ്പോൾ നാഷണൽ ഹൈവേ ഉണ്ടാവില്ല, തീരദേശ ഹൈവേ ഉണ്ടാവില്ല, മലയോര ഹൈവേ ഉണ്ടാവില്ല, വിഴിഞ്ഞം പദ്ധതി ഉണ്ടാവില്ല, ഒന്നും തന്നെ ഉണ്ടാവില്ല. കാരണം വിഴിഞ്ഞം പദ്ധതിക്കെതിരായിട്ട് കലാപം നടത്തി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചവരവരും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ എന്നിട്ട് പഴയ കാലത്തെ ഞാനൊന്നും പറയുന്നില്ല, ആ കെടുകാര്യസ്ഥമായ ഒരവസ്ഥയിലേക്ക് പോകും. ടെക്സ്റ്റ് പുസ്തകമില്ല, അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമില്ല, സ്കൂളുകൾ ആയിരക്കണക്കിന് സ്കൂളുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കൂടംകുളത്തുനിന്ന് വൈദ്യുതി ഇങ്ങോട്ടേക്ക് വരില്ല, ഗേൽ പദ്ധതി ഇവിടെ നടക്കാൻ പാടില്ല. ഇതൊക്കെ തീരുമാനിച്ചതാണ്. ഇതാണ് വീണ്ടെടുക്കൽ. ഈ വീണ്ടെടുപ്പിലേക്കാണ് പോകുന്നതെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അതിൽ കൃത്യമായ ചുട്ട മറുപടി നൽകും, ഒരു സംശയവും വേണ്ട. പിന്നെ അന്നത്തെ മറ്റു പ്രശ്നങ്ങളെല്ലാം ഉണ്ടല്ലോ, ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. കുറേ ദിവസമായാലും പറയാൻ തുടങ്ങിയിട്ട് പാർട്ടി വ്യക്തമാക്കിയ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇനി അതിന് പുറം ഒന്നും പറയാനില്ല. കുഞ്ഞീഷൻ പറയുന്ന ഓരോന്നിനും ഓരോ ദിവസം മറുപടി പറയാൻ ഈ ജാതകം ഉത്തരവാദിത്വം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. കുഞ്ഞേഷൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. അയാൾ ഉയർത്തുന്ന ഒരു കാര്യത്തിനോടും ഞങ്ങൾ പ്രതികരിക്കേണ്ട കാര്യവുമില്ല. ഞങ്ങളത് പറയേണ്ടത് പയ്യന്നൂർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും പറയേണ്ടതുണ്ടെങ്കിൽ അവിടെ പറയാം. അത് പ്രാദേശിക പ്രശ്നമായിട്ട് മാത്രം കണ്ടാൽ മതി. അവിടെ ഉള്ള കാര്യം അവിടെ പരിഹരിച്ച് പോകും. ശരി. അതെ, കുഞ്ഞീഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളാണ്. അയാൾക്ക് എന്തും ഉന്നയിക്കാം. അതുകൊണ്ട് ആ ഉന്നയിക്കുന്ന കാര്യം വെച്ചുകൊണ്ട് ഞങ്ങളുടെ ചർച്ച ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. കുഞ്ഞീഷിൻ്റെ അധ്യായം അടഞ്ഞതാണ്, അടച്ചു കഴിഞ്ഞു. അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു. അദ്ദേഹത്തെ സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അയാൾ ഇനി ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനോട് ഞങ്ങളുടെ ജാഥയിൽ ചോദ്യം ചോദിച്ച് അതിന് മറുപടി പറയാനും ഉദ്ദേശിക്കുന്നില്ല. ശരി. അല്ല, പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം BJPയെ വിമർശിക്കാൻ അവർക്ക് താല്പര്യമില്ല, വിമർശിക്കാൻ ധൈര്യമില്ല. അത് ഇന്നലെ ഞാൻ പറഞ്ഞാണ് പത്രസമ്മേളനത്തിൽ. അത് കേന്ദ്ര അവഗണനക്കെതിരായിട്ട് വന്നപ്പോഴും തൊഴിലുറപ്പ് പദ്ധതി അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഘട്ടത്തിലും തൊഴിലുറപ്പ് പദ്ധതി ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. 1,50,000 കോടി രൂപ വേണം തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കാൻ. എന്നിട്ട് ഇപ്രാവശ്യം തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ച സംഖ്യ 30,000 കോടി രൂപയാണ്. കഴിഞ്ഞ പ്രാവശ്യം 87,000 കോടി രൂപ ഉണ്ടായിരുന്നു. ആ 87,000 കോടി രൂപയിൽ നിന്നാണ് ഇപ്പോൾ 33,000 കോടിയായിട്ട് ചുരുക്കിയിട്ടുള്ളത്. 30,000 കോടി എവിടെയാണ് നടത്താൻ സാധിക്കുക? അതിൻ്റെ അന്ത്യം കുറിച്ചിരിക്കുകയാണ്. എന്നിട്ട് BJPക്കാർ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ 100 ദിവസത്തിന് പകരം 125 ദിവസം ജോലി കൊടുക്കുന്നതാണ്. എന്നിട്ട് 1,50,000 പകരം 30,000 രൂപ മാത്രമേ വകപൊളിച്ചു. അപ്പോൾ ആ പരിപാടി പൊളിച്ചു. കേരള ഗവൺമെൻറ് അതിനുവേണ്ടി 1,000 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കൊടുക്കുന്നതിൽ എന്താ തടസ്സമുള്ളത്? ഞങ്ങളതല്ലേ പറഞ്ഞുതരാം. 2,500, 3,000, 4,000 കൊടുക്കാൻ തയ്യാറുള്ള 2.5 ലക്ഷം രൂപ തരണം കേന്ദ്രം തരാനുണ്ട് ഇവിടെ. എന്നാൽ നമ്മൾ അത്രയും കൊടുക്കും പോരെ? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? കേരള ഗവൺമെൻറ്റിന് കേന്ദ്രം തരേണ്ടുന്ന 2.5 ലക്ഷം കോടി തരാനുണ്ട്. അത് തന്നാൽ നല്ലോണം വേണം. ഞങ്ങൾ തന്നെ നടത്തും ഈ പറയുന്ന പരിപാടി.
പോരെ? വെറുതെ കുഞ്ഞ് നിങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കും, രാവിലെ മുതൽ വൈകുന്നേരം വരെ ജപിക്കും, കുഞ്ഞിഷ്ണ കേട്ടോ. അതിന് ഒരാളെ നോക്കിയാൽ മതി. ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു ഉൾക്കണ്ടിയില്ലാന്ന് വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. നിങ്ങൾ കുറേ ദിവസമായില്ല തുടങ്ങി. ശരി കുഞ്ഞു